എന്തോ അമ്മ കഴിക്കാം? അപ്പവും കടലക്കറി. പിന്നെ ഇതെന്തോ റവ? അത് പിന്നീട് പായസം വെക്കാമോ? ഇല്ല, ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഇത് വെച്ചിട്ടോ? അത് ശരി. ഇത് ചവ്വരിയും പിന്നെ സേമിയ അതിൻ്റെ മിക്സ് ഇതും പിന്നെ ഇത് റവയും വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എൻ്റെ കടലയാണ് മിക്കുള്ള ചെയ്യുന്നോണ്ട് ഞാൻ കാണിച്ചില്ല. അങ്ങനെ വേറൊരു വീഡിയോയിൽ അത് ഉണ്ടല്ലോ. വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ഉലുവ വെള്ളം തിളപ്പിച്ച് വയ്ക്കും. ഇതാ ഉണ്ടാവും, ഒരു വില ഉലുവ വെള്ളം ഇട്ട് പിന്നെ അതാ കട്ടൻ ചായ ഇട്ട് മാറ്റി. എന്നൊക്കെ കുടിച്ചാ ഒരു ഗ്ലാസ് എടുത്തത് കട്ടൻ ചായ ഇട്ട് മാറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഇന്ന് അപ്പം ചുടാൻ പോകണം. അപ്പം ചുടാനായിട്ട് മാവ് കലക്കാം. മാവ് ഉപ്പൊഴിക്കാം. ഉപ്പൊഴിച്ച് ശകല സോഡാപ്പൊടി, ഇതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെയാണ്. എന്നാലും നമ്മളെ വിശേഷങ്ങൾ അറിയിക്കുന്നതെന്ന് മാത്രം. മാവ് സോഡാപ്പൊടി ഉപ്പിട്ട് മാവ് കലക്കി. ഞാൻ ഡൗട്ട് ഇല്ല, ഈ മാവ് നമ്മളിങ്ങനെ ആട്ടുമ്പോഴേ ഉപ്പിടത്തില്ലേ? ഇല്ല. അങ്ങനെ ഇട്ടാട്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഉപ്പ് ഇട്ട് ആട്ടില്ല, ഇതുവരെ ആട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ ഉപ്പിട്ട് ഒന്നിലും മിക്സിയിൽ ഉപ്പിട്ടതിന് ശേഷം മിക്സിയുടെ ജാറിൽ അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്ലേഡിന് കംപ്ലൈൻ്റ് ആകും. ചിലർക്ക് അറിഞ്ഞൂടെ, ചിലർ അതിൻ്റെ കൂടെ ഉപ്പും ഇട്ട് കൊടുക്കും. ഞാൻ തന്നെ ഈ എല്ലാ സവാളയൊക്കെ വഴറ്റി എല്ലാ അരപ്പും എല്ലാം വഴറ്റിയതിന് ശേഷം ഓരോന്നിനും ഈ പുളിയൊക്കെ വയ്ക്കാൻ, ചിലരാണെങ്കിൽ അതിലോട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഭയങ്കര ചെറിയ രീതിക്ക് സവാള വേണ്ടത് കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് വാരി ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ മിക്സിയിലെ ജാറിന് കംപ്ലൈൻ്റ് ആകും. അതുപോലെ നമ്മൾ മിക്സിയിൽ ഇപ്പം ഇതൊക്കെ കറികളൊക്കെ അടിക്കുന്ന മിക്സി ഉണ്ടല്ലോ, തേങ്ങയൊക്കെ, അതിലോട്ട് നമ്മൾ നാരങ്ങ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ ആ ജാറിന് കംപ്ലൈൻ്റ് ആവും. എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പ് അങ്ങനെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കാൻ പ്രത്യേക അതിന് ജാറുണ്ടല്ലോ, അതിലാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ റെഡിയായി. ഇനി ചട്ടി തീയർപ്പിക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് തീ കുറച്ചിട്ട് കൊടുക്കും. ഒരു 3.5 വയസ്സൊക്കെ ഉള്ളപ്പോഴേ പിന്നെ നീ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ഭയങ്കര കുരുത്തക്കേടായിരുന്നു. വീട്ടിൻ്റെ മുകളിൽ കയറി സ്റ്റെപ്പ് കയറി പോവും. എന്നിട്ട് ചില ദിവസം ഞാൻ കാണില്ല, സ്റ്റെപ്പ് കയറി പോയിട്ടെന്തോ നീയും. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചട്ടിയിൽ ലേശം എണ്ണ അരട്ടി നമുക്കൊന്ന് കറക്കി കൊടുക്കാം. തേങ്ങ കയന്നല്ല ആട്ടിയപ്പോഴത്തേക്ക് അതങ്ങനെ ചിലതങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ പറ, 3.5 വയസ്സുള്ളപ്പോൾ അങ്ങനെ നീ വീട്ടിൻ്റെ മുകളിലൊക്കെ കയറിപ്പോകും. ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വരുമ്പോഴത്തേക്ക് നീ വീട്ടിൻ്റെ മുകളിൽ കയറി സ്റ്റെപ്പ് കയറി അങ്ങ് മണ്ടയിൽ പോകും. അന്ന് മോന് വലിയ ഇതല്ല, കൊച്ചാണ്. അപ്പോഴും ഇത് കയറി പോയിട്ട് ചില ദിവസം എന്തോ നീ അവിടെ നിന്ന് എടുത്ത് ഇനി ഉരുണ്ടിട്ട് കാല് വെച്ച് ഇറങ്ങണം, ഇനി ഇറങ്ങടി എന്ന് പറയും. ഇറങ്ങുമ്പോൾ എന്നെ നീ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം കമ്പ് എടുത്തോണ്ട് വരുമ്പോൾ ചടപടാ ഇറങ്ങും. ഒരു കാല് വെച്ച് രണ്ടാമത്തെ കാല് വെച്ച് വന്ന് ഉരുണ്ട് വന്ന് താഴത്തെ സ്റ്റെപ്പിൽ അതൊരു വല്ലാത്ത അനുഭവം. വന്ന് വീഴുമായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും തൂക്കിയെടുത്ത് കൊണ്ട് പിന്നെ അവിടെ കിടന്നങ്ങ് കരയും. വലിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് മക്കൾക്ക് നല്ല മോഡൽ അപ്പം ചുട്ടുതരാമെന്നും പറഞ്ഞുകൊണ്ട് ചട്ടി എടുക്കുക. അത് ഇങ്ങനെ വലുതായിട്ട് ചുടുന്നതൊന്നും ഇഷ്ടമല്ല, അത് ചെറുത് എന്തെങ്കിലുമൊക്കെ ഞാൻ മോഡൽ കാണിക്കും. ഒന്നേ അക്ഷരങ്ങളൊക്കെ എഴുതും, അല്ലെങ്കിൽ എന്തോ നെയ്യും ചെറിയ കുഞ്ഞപ്പം ചുട്ടിട്ട് നല്ലതാണ് മക്കള്, പാപ്പം നല്ലതാണ് തിന്നിയെന്ന് പറയുമ്പോൾ പിന്നെ അതെടുത്ത് വെച്ച് തിന്നും. അങ്ങനെയായിരുന്നു നിന്നെ പറ്റിക്കണത്. അതൊരു കഥ. അന്നത്തെ ഒരു കില്ലാടി തന്നെ. കില്ലാടിന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെ മക്കളെ വളർത്തിയല്ലേ പറ്റുള്ളൂ. ഇന്നത്തേക്ക് മക്കള് കുരുത്തക്കേട്.
പണ്ടൊക്കെ എങ്ങനെയെന്തോ അമ്മമാര് 8ഉം 10ഉം 12 കുരുത്തക്കേടിന്റെ കാര്യം തന്നെ എടുത്ത് പറയണ്ട. മരത്തിലൊന്നും കേറിയിട്ടില്ല കേട്ടോ. 10ഉം 12 എണ്ണത്തിനെ വളർത്തണ എങ്ങനെയാണ് പണ്ടുള്ളവർ. നിങ്ങളെ ഒന്നും മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു, എവിടെയെങ്കിലും പോയി വളരാനായിരുന്നു. അങ്ങനെ എന്തോ ഒരു ഭംഗി വേണ്ട. അടുത്തതൊഴിച്ച് നല്ലതുപോലെ കണ്ട ഒട്ടം ചുറ്റണയിലാണ് ഇരിക്കുന്നത്. കണ്ട എന്താ വലിയ ഇതാണ്. അടച്ചിട്ട് കൊടുക്കാം. ഇനി അത് അവിടെ കിടന്ന് വേവട്ട്. എടുക്കട്ടാ? എടുത്തോ. ഇപ്പം ഉണ്ടാകുന്ന വയ്ക്കാണ്. ഇത് പച്ചക്ക് തിന്നാനും കൊള്ളാം കേട്ടോ. ഇത് വെറുതെ തിന്നെ അങ്ങനെ ഇതിന്റെ രുചിയില്ലേ. ഇന്നലെ ഞാൻ അരി ആട്ടിയപ്പോഴേ ഇന്നലെ നമുക്ക് റേഷനരി ചോറായിരുന്നു, അതാണ് ഇട്ടത്. എന്നിട്ട് പോലും അത് ശരിയായണ്ട. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊരു ടേസ്റ്റ് അല്ലേ കറിയില്ലാതെ. പക്ഷെ എനിക്ക് ചൂടോടെ ഇങ്ങനെ തിന്നണതാണ് ഇഷ്ടം. അപ്പം ചുട്ട് കഴിഞ്ഞാൽ ചായയിൽ മുക്കി പോകും. ഇനി നമുക്ക് ഒരടുപ്പിലോട്ട് ചായക്ക് വെള്ളം വെക്കാം. നീ വെറും ചായ വെച്ചില്ലേ? അതൊക്കെ കാണും. ചായ കുടിക്കും കേട്ടാ. ഒരു ഗ്ലാസ് കൂടി വേണ്ടേ? നിങ്ങളെന്തിനാ ഞാൻ എത്ര ഇടണം? കുറച്ചു. അങ്ങനെ ചായക്ക് വെള്ളം. നിനക്ക് എന്ന് കോളേജ് തുറക്കണം? 29 30 ആണ്. 3 എണ്ണം തിരിഞ്ഞ് ചൂടോടെ. ഇനി കറിയില്ലാതെ എനിക്ക് ഇതാണ് ഇഷ്ടം. ഇങ്ങനെ വക്ക ഇത് പറയല്ലോ. അത് മുമ്പ് ആരാ ഇങ്ങനെ വക്കുള്ള അപ്പം വേണമെന്ന് ഞാനായിരിക്കും. അതിനൊക്കെ കിടന്ന് കരി. ഇതാ കണ്ട എന്തോ ഒരു ഭംഗിതാ വന്ന വക്കുള്ള അപ്പം കണ്ട. ചിലത് ഇങ്ങനെ ചുട്ടാൽ ശരിയാവില്ല. ഇന്നതാ അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കണ്ട ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കണം. ചുറ്റിച്ചു കൊടുക്കണം. എന്താ കണ്ട നല്ല കറക്റ്റിന് വരണം. അതാ വന്നു, എല്ലാം ഒരുപോലെ വന്നു. അടച്ചിട്ടുണ്ട്. അതിന് കറക്റ്റ് അടപ്പായിരിക്കണം. ആവി അതിനകത്ത് നിൽക്കുള്ളൂ. ഇപ്പം ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി തേയില ഇടാം. കുടിയൊരു കടുപ്പത്തിനിടണം വേണോ? സമ്മതിക്കൂല. ചായ കുടിക്കണ്ട. 1/2 ഗ്ലാസ് കൂടി തലവേദന എടുക്കൂലേ? വശീകരിക്കുന്ന ചായ കടയിലൊക്കെ ഞാൻ കാണൂല. എവിടെയും പോകുമ്പോഴത്തേക്ക് അത് പോകുമ്പോ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടയിൽ. വീട്ടിലാണെങ്കിൽ തലവേദന ഉള്ളപ്പോൾ മാത്രം കുടിക്കാനാണ് കോഫി. ഒരു കോഫി അങ്ങോട്ട് പൊട്ടിച്ച് കഷായം കണക്ക് കോഫി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. പക്ഷെ എനിക്ക് കോഫി കുടിക്കണേൽ എനിക്ക് കടുപ്പ ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഒരു ഇത്. ചുട്ടാപ്പങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. അയ്യോ, രണ്ടാമത്തെ അപ്പം ഇങ്ങനെ കാലിയായി ആവാറായി. ഇനി ചായ ഒഴിച്ചിട്ട് വേണ്ട. ഇനി കടലക്കറിയും കൂട്ടി ഇത് ഇഷ്ടമായി. അപ്പൊ എനിക്കിത് ചൂടോടെ ഒന്നുകൂടെ അങ്ങ് തിന്നു. അങ്ങനെ പാല് ചായക്ക്. ഇതിപ്പോൾ കവർ പാല് കട്ടിയില്ല, പക്ഷെ അല്ലാത്ത മുരളീരല്ലാത്ത കുപ്പിപ്പാലാണെങ്കിൽ നല്ല കട്ടിയാണ്. മുരളീര് ഇത് മിൽമയാണ്. മിൽമ കട്ടി കുറവ് കേട്ടോ. ഇന്നലത്തെ തേങ്ങ ഇടാൻ നേരത്ത് കയന്നു പോയി. കയന്ന് വീണായിരുന്നു.
പിന്നെ കുഴപ്പമില്ല, നല്ല രസമുണ്ടല്ലേ അതുകൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ അടുപ്പ് ഈ ഗ്യാസിൻ്റെ ഇത് മോന് കിട്ടിയതാണ്. നമുക്കുള്ളതില്ല കരി പിടിച്ച് ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരുമാതിരി അങ്ങ് ആയായിരുന്നു, പുക കയറി. ഇതവനെ കമ്പനിയിൽ നിന്ന് കിട്ടിയതാണ്. 4 അടുപ്പിൻ്റെ. പിന്നെ ചായ ഒഴിക്കാം. ഇതിവിടെ വേവട്ടെ, അന്നേരത്തിന് ചായ ഒഴിക്കട്ടെ. ചെറിയ ചായപാത്രം. സൂക്ഷിച്ചൊഴിച്ചില്ലെങ്കിൽ അതും പോവും. ചായ അടിക്കണം എങ്ങനെയാണ് ഞാൻ നോക്കിക്കോ. ഇങ്ങനെയാണ് ചായ അടിക്കുന്നത്. പക്ഷെ ഈ കൈ വയ്യാത്തത് കുറച്ചേ പൊക്കുള്ളൂ. കളിയല്ലേ. പോവല്ലേ? ഇല്ല, അങ്ങനെ എന്ത് പോവില്ല മക്കളെ. ഗ്ലാസ് ഒഴിക്കട്ടാ? കുറച്ച് ഒഴിക്കും. ഇത്ര മതി. മതിയാ? മധുരം ഉണ്ടാ? ഭയങ്കര മധുരം ഇടൂലേ? ആവശ്യത്തിനുള്ള മധുരം ഇടും. ഇതങ്ങോട്ട് അടച്ച് വയ്ക്കാം. ചായ അടച്ച് വയ്ക്കിട്ട് എടുക്കരുത്. കയ്യിൽ ഞാൻ അടിക്കും. ഇതാ ഇത് കണ്ട ഒരിഞ്ഞ ഇതെത്തി കരിഞ്ഞു. അത് കരിഞ്ഞു പോയി. കരിഞ്ഞതല്ല, നല്ല ടേസ്റ്റാണ്. അത് മോന് കിട്ടണം. മോനോട് സത്യമാണ്. ഞാൻ എടുക്കാം. അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മളിങ്ങനെ ചായയിൽ മുക്കി തിന്നണം. വക്കീല് ആവാനുള്ളതാണ് അടുക്കളയിൽ കിടന്ന് വരവണ്. വക്കീലന്മാരെ അടുക്കള കേസൊക്കെ വാദിക്കാൻ പോകാനുള്ളതാണ്. ഓർമ്മിപ്പിക്കല്ലേ. അടുത്ത വർഷം വക്കീലോ. ആൻഡ് ഐ ഹാവ് നോ ഐഡിയ. കൊളസ്ട്രോൾ ഉള്ളവരിതാ ഉലുവ വെള്ളം ഇട്ട് കുടിക്കണേ. ജീരക വെള്ളമൊന്നും അങ്ങനെ അധികം കുടിക്കരുത്. ഏലക്ക ഇട്ട വെള്ളം 1-2 ദിവസമോ കുഴപ്പമില്ല. പിന്നെ തുളസി ഇല വെള്ളം അത് കൊള്ളാം. പിന്നെ ഞവരയില ഇട്ട് വെള്ളം ഇടും, അത് കൊള്ളാം. പിന്നെ ഉലുവ വെള്ളം നല്ലതാണ് കൊളസ്ട്രോളിന്. ഇത് ഇട്ട് കുടിക്കണം. നമ്മളിവിടെ ഇത് തന്നെ ഇടണം. പിന്നെ കരിങ്ങാലിപ്പൊടി ഉണ്ടെങ്കിൽ ഇടും, പതിമുഖോ അങ്ങനെ ഉണ്ടെങ്കിൽ. ഇത് തന്നെ കൂടുതലും കേട്ടാ. ഇത് നിനക്കാണേ കേട്ടാ. ഓക്കെ. കുഞ്ഞപ്പം ആക്കണോ? ഇല്ല, അത് ആക്കുമ്പോ അത് വലുതാവൂല്ലോ. പക്ഷെ കട്ടി കുറവായിരിക്കുമല്ലോ. ഈ സാധനം എനിക്ക് വേണ്ട. അതില് വലിയ ഇതായിട്ടില്ലല്ലോ. ഇത്രയാവുള്ളടേ. കുഞ്ഞിലെയുള്ള ഓർമ്മയിൽ അതായിരിക്കട്ടെ. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം, ചായ, കടലക്കറി ഒക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി കഴിക്കാം. ഓക്കെ, ബൈ.